നമസ്കാരം സുഹൃത്തുക്കളെ. മുതലകളാൽ ചുറ്റപ്പെട്ട ഒരു ജയില്, ഇത് സുരക്ഷയോ അതോ ക്രൂരതയോ? പലസ്തീനികൾ തടവുകാർക്കായിട്ട് മുതലകളാൽ ചുറ്റപ്പെട്ട ജയിൽ നിർദ്ദേശം മുന്നോട്ട് വന്നിരിക്കുന്നത് ബെൻ ഗവീർ എന്ന് പറയുന്ന തീവ്ര റൈറ്റ് വിങ് ആയിട്ടുള്ള അവരുടെ സുരക്ഷാ മന്ത്രിയുടെ ഭാഗത്ത് നിന്നാണ്. അദ്ദേഹം അവിടുത്തെ ഫെഡറൽ പ്രിസൺ കൗൺസിലിന്, അവിടുത്തെ ജയിലുകൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പിന് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഇനി മുതൽ നമുക്ക് അവിടുത്തെ സ്റ്റാഫുകളുടെ എണ്ണം, ജയിലിലെ വാർഡന്മാരോ അല്ലെങ്കിൽ അവിടുത്തെ ആരാണോ കൈകാര്യം ചെയ്യുന്നത് അവരെ എണ്ണം കുറയ്ക്കാം. നമുക്കിനി മുതലകളെ അവിടെ വെക്കാം. 21-ാം നൂറ്റാണ്ടിൽ മനുഷ്യനെ നിയന്ത്രിക്കാനായിട്ട് മൃഗങ്ങളോ? നമുക്കറിയാം, ഒരു ജയിൽവാസം എന്നുള്ളത് മനുഷ്യന്റെ മാന്യത കളയാനുള്ള ഒരു സമ്പ്രദായമായി കണക്കാക്കാത്തൊരു ഒരു കാലഘട്ടമാണ്. ജയിൽ പുള്ളികൾക്ക് പോലും മനുഷ്യാവകാശമുണ്ട് നമ്മൾ വാദിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. ഇവർ നാണം കെടുത്താനാണോ ഈ ഒരു ശ്രമം എന്ന് പറയുന്നത്? എന്താണ് ഇതിന്റെ പുറകിൽ? തീർച്ചയായിട്ടും ഇത് മുന്നോട്ട് വരുമ്പോൾ ജയിൽ ഡിപ്പാർട്ട്മെന്റ് തള്ളിക്കളഞ്ഞില്ല. അവരിതിനെ സ്വീകരിച്ച് നടപ്പിലാക്കാൻ പറ്റുമോ എന്ന് അവർ ആലോചിക്കുന്നു. അവർ പറയുകയാണ്, ഇതിന് പറ്റിയ മുതലുകൾ ആദ്യം കണ്ടെത്തണം. കണ്ടെത്തിയിട്ട് ചുറ്റുമൊരു കുളമുണ്ടാക്കി അവിടെ അടുത്ത് തന്നെ, ഈ പറയുന്ന ജയിൽ എന്ന് പറയുന്നത് ജോർദാന്റെ അടുത്താണ്, അവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിൽ നല്ല ഉഗ്രശേഷിയുള്ള മുതലയുണ്ട്. ആ മുതലകളെ കൊണ്ടുവന്ന് അവിടെ ഇടും. അപ്പോൾ പാലസ്തീൻ തടവുകാരുടെ ജയിലാണിത്. ഒരുപാട് ചർച്ചകൾ, വർഷാവിഷയങ്ങൾ മുന്നോട്ട് വരികയാണ്. ഇപ്പോൾ പറയാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ജയിൽ ചാട്ടം ഒരു വലിയൊരു പ്രശ്നമാണെന്ന് അവർ പറയുന്നു. ഞാനിതിനെ അംഗീകരിക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലേ, ജയിൽവാസം അല്ലെങ്കിൽ ജയിൽ അകപ്പെട്ടാൽ പോലും പ്രാഥമിക മനുഷ്യാവകാശം മനുഷ്യന് കൊടുത്തേ പറ്റൂ. ഈ ഒരു പ്രശ്നം രണ്ടു കൂട്ടരും മോശക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല. ആരും മോശക്കാരല്ല. രണ്ടുപേരും ഭാഗത്ത് ചില സമയങ്ങളിൽ എക്സ്ട്രീം ലെവലിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ബല്ലെ വെച്ചു എന്നുള്ളത് ശരിയാണ്, ഒക്ടോബർ 7-ാം തീയതി. പക്ഷേ ഇതൊരു ശരിയായ നടപടിയാണോ? കാരണം ഏകദേശം 10,000-ത്തോളം പാലസ്തീൻ തടവുകാരുണ്ട്, കുട്ടികളും സ്ത്രീകളും ഉണ്ട് എന്ന് പറയുന്നു. അവർക്ക് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഒരുപാട് വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ബെൻ ഗവീർ എന്ന് പറയുന്ന സുരക്ഷാ മന്ത്രിയായ ശേഷം ഒരുപാട് കടുത്ത നടപടിയാണ് മുന്നോട്ട് വെക്കുന്നത്. അദ്ദേഹം ഇന്നലെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഇസ്രായേലിനെതിരെ എന്തെങ്കിലും കൊല്ലാനോ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ ആക്രമിക്കാൻ തുനിഞ്ഞിറങ്ങുന്ന പാലസ്തീനികൾക്ക് വിചാരണ ഇല്ലാതെ നേരെ കൊലക്കയർ അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അവിടുത്തെ പാർലമെന്റ് ചർച്ച നടക്കുകയാണ്. അപ്പോൾ ഇതൊരു സൊല്യൂഷനിലേക്ക് ഇത്തരത്തിലുള്ള വിവാദപരമായിട്ടുള്ള പ്രസ്താവനകൾ, അതായത് മനുഷ്യന് പകരം മുതലയെ കൊണ്ട് കൊല്ലണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊരു സൊല്യൂഷൻ, ഒരു സമാധാനത്തിലേക്ക് എത്തിക്കുമോ? നിങ്ങൾ പറയൂ. ഇതൊരു ലോകമെമ്പാടും ചർച്ചാ വിഷയമാകുന്ന ഉറപ്പുള്ള കാര്യമാണ്. ഒരുപാട് ആളുകൾക്ക് അമ്പരപ്പുളവാക്കിയിരിക്കുകയാണ്. ഇത് അമേരിക്കൻ മോഡൽ. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ ഇങ്ങനെ ഒരു ജയിലുണ്ട്. അപ്പൊ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ട് ഇതാണ്, അമേരിക്കയിലാകാമെങ്കിൽ എന്തുകൊണ്ട് നമുക്കും ആയിക്കൂടാ? സ്റ്റാഫിന് വേണ്ട ആരെങ്കിലും ജയിലിൽ ചാടി കഴിഞ്ഞാൽ അവരപ്പം തന്നെ മുതൽ തന്നെയും. ഇതൊരു സമൂഹത്തെ അധിക്ഷേപിക്കാനുള്ള ഒരു നീക്കമാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതായത് ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, ആരുടെയും പക്ഷം പിടിക്കുകയല്ല. പക്ഷെ ഇത് ശരിയായ നടപടിയാണോ? അതെ, നിങ്ങൾ ആരെങ്കിലും പിടിച്ചു എന്നുള്ളത് ശരിയാണ്. യുദ്ധ കുറ്റവാളിയെ പിടിച്ചാൽ മാന്യമായ ഒരു വിചാരണ, അതിനുശേഷം തടവ് ശിക്ഷ, അതിന്റെ കുറ്റത്തിനനുസരിച്ച് ശിക്ഷ കൊടുക്കേണ്ടതല്ലേ? അതിന് പകരം ഇതുപോലുള്ള മനുഷ്യനെ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടെ, അവിടെ എത്തുമെന്ന് അറിഞ്ഞൂടെ. പക്ഷെ ലോകം മുഴുവൻ ചർച്ചയാകും ഈ വിഷയം. ഇതൊരു വലിയൊരു വിസ്ഫോടനത്തിലേക്ക് പോകുന്നതായിരിക്കും. എനിക്ക് അറിഞ്ഞുകൂടാ ഇനിയിപ്പോ ഇസ്രായേൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുക, നമുക്ക് അറിഞ്ഞുകൂടാ. ഇതിന്റെ പ്രായോഗികത പഠിച്ചുകൊണ്ടിരിക്കുക. അവർ തള്ളിക്കളഞ്ഞിട്ടില്ല. ശരിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം മനുഷ്യന്റെ ഒരു ഈ ശ്രമകരമായ ജോലിയാണ് ജയിൽ കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ളത്. ശരിയാണ്, സിംഹത്തെയും ആനയും അല്ലെങ്കിൽ മുതലേനെയൊക്കെ വെച്ചു കഴിഞ്ഞാൽ ജയിൽ ചാടില്ല, പേടിച്ചിരിക്കും. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനെപ്പറ്റി കൂടുതൽ വാർത്തകൾ വരെയും. ഇതൊരു പ്രപ്പോസലാണ്, എന്തായി തീരുമെന്ന് അറിയില്ല. പക്ഷെ മിഡിൽ ഈസ്റ്റ് കത്തുകയാണ്.